ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച കോവലാണ്. മുന്നേ 2-3 തവണ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് നാൾ നിന്നിട്ട് പൂക്കുകയോ കായോ ഒന്നും തരാതെ പെട്ടെന്ന് തന്നെ അത് പന്നലായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടെയൊക്കെ കെയർ കൊടുത്തോണ്ടാണെന്ന് തോന്നുന്നു ചെറുതായിട്ടൊന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ട്. 2-3 പൂക്കളൊക്കെ ഇട്ട് ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കോവയ്ക്ക, അമരയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടാറില്ല. ബാക്കി അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സും ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുന്നേ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഒരാളാണ് ഈ നിൽക്കുന്ന ശീമ നെല്ലിക്ക. അത്യാവശ്യം സൈസൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇലയെക്കാട്ടിൽ കൂടുതൽ ഇതിനകത്ത് കായാട്ടോ നിൽക്കുന്നത്. അങ്ങനെ അങ്ങ് നിറച്ച് പിടിച്ച് നിൽപ്പുണ്ട്. എല്ലാ തവണത്തെയും പോലെ ഇത് പാഴാക്കി കളയാതെ കറക്റ്റായിട്ട് പറിച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമാണെന്ന് എനിക്ക് പിന്നെയാണ് കേട്ടോ മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് കൊറിയറായിട്ട് അയച്ചു തരുമോ എന്നൊക്കെ. ഇവിടുന്ന് ഈ സാധനം നാട്ടിൽ വരുമ്പോഴത്തേക്ക് അതൊരു പരുവായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നശിച്ചു പോകും. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. എന്നെങ്കിലും ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ സീസൺ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നാട്ടിൽ കൊണ്ടുപോകുന്നത് എല്ലാവർക്കും തരാം കേട്ടോ. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഇത് കൂടാതെ നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വലിപ്പം വെച്ച് വരുന്നുണ്ട്. അതിൻ്റെ കായൊക്കെ അത്യാവശ്യം വലുതായിട്ട് വരുന്നുണ്ട്. കുറേയും കൂടെയൊക്കെ കൃഷിയൊക്കെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. നാട്ടിൽ നിന്ന സമയത്ത് ഇതിനൊന്നും പ്രത്യേകിച്ച് വലിയ വിലയൊന്നും കൊടുക്കാത്ത ഒരാളായിരുന്നു ഞാൻ. നമ്മൾ മാറി താമസിക്കുമ്പോഴായിരിക്കുമല്ലോ കുറച്ചും കൂടി ഇതിനോടൊക്കെ ഇഷ്ടം തോന്നും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ ശീമനെല്ലിൽ കുറച്ച് 2-3 കിളികൾ, അതായത് കുഞ്ഞു കുരുവികളൊക്കെ വന്ന് കൂട് കൂട്ടാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെയും കുറേ വിശേഷങ്ങളൊക്കെ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസായിട്ട് പിറകെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.